ചോതി. കാര്യപ്രാപ്തിയുള്ള ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഈശ്വരവിശ്വാസികളും പരോപകാരികളുമായി ഭവിക്കും. ശാന്തസ്വഭാവികളായിരിക്കും. വിമർശനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഇവർക്ക് കുറവാണ്. അഭിമാനികളായ ഇവർ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും തയ്യാറല്ല. സ്വന്തം പരിശ്രമത്തിലൂടെയുള്ള നേട്ടമാണ് ഇവർക്കുണ്ടാകുന്നത്. സ്വന്തക്കാരെക്കൊണ്ടും ബന്ധുക്കളെക്കൊണ്ടും പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടാകാറില്ല. ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണമായും വിജയിക്കുന്നവരല്ല. 30 വയസ്സിന് ശേഷമാണ് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. സാങ്കല്പിക ലോകത്ത് വിരഹിക്കുവാൻ താൽപ്പര്യമുള്ളവരാണ്. ലളിതകലകളിൽ തൽപരരായിരിക്കും. സ്വന്തക്കാർക്ക് വേണ്ടി ചെയ്യുന്ന സഹായ സഹകരണങ്ങൾ പ്രതികൂലമായി ഭവിക്കും. എങ്കിലും ആശ്രയിക്കുന്നവനെ സഹായിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാകും. അന്യദേശവാസം ചെയ്യും. ആരോപണങ്ങളും അപവാദങ്ങളും ഇവർക്കെതിരെയുണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മൂല്യബോധമുള്ളവളും സത്യസന്ധയുമായിരിക്കും. സന്താനങ്ങളെക്കൊണ്ടുള്ള നന്മകൾ ഇവർക്ക് അനുഭവിക്കുവാൻ യോഗമുണ്ട്. ഗ്രഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും ഇവർ ശോഭിക്കും. നക്ഷത്രദേവത വായു. ഗണം ദൈവം. യോനി പുരുഷൻ. മൃഗം മഹിഷം. ഭൂതം അഗ്നി. പക്ഷി കാക്ക. വൃക്ഷം നീർമരുത്. ദശാനാഥൻ രാഹുവാണ്. രാഹുദശയിൽ ജനനം. തുടർന്ന് വ്യാഴദശ 16, ശനിദശ 19, ബുധദശ 17, കേതു 7, ശുക്രൻ 20, സൂര്യൻ 6 എന്നീ ദശാകാലങ്ങൾ ക്രമത്തിൽ വരും. ചോതി നക്ഷത്രജാതർ അനിഴം, മൂലം, ഉത്രാടം, കാർത്തികയുടെ അവസാന പാദങ്ങൾ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളുമായുള്ള സംസർഗം ഒഴിവാക്കേണ്ടതാണ്. ചോതി നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ: വിവാഹം, വ്യാപാരം, നാമകരണം, ഗ്രഹാരംഭം, ക്ഷേത്രനിർമ്മാണം, ഔഷധസേവ, വസ്തുവാഹന ക്രയവിക്രയം, യുദ്ധം. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, കാർത്തിക, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം. മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, തൃക്കേട്ട, ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നിവയാണ്. ചോതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹുവാകയാൽ ഗോമേതകം ധരിക്കാവുന്നതാണ്. 2026 വർഷത്തെ ഫലങ്ങൾ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ഫലങ്ങൾ. ജോലിഭാരം അധികരിക്കുന്നതിനാൽ കുടുംബകാര്യത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ വരും. പരീക്ഷകളിൽ വിജയിക്കും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. മനസ്സിൽ വേരൂന്നിയ മിഥ്യാധാരണകളിൽ കഴമ്പില്ലെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. ഓഹരികളിൽ നിന്ന് ലാഭമുണ്ടാകും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. യാത്രകളിൽ ഏർപ്പെടും. പൂർവിക സ്വത്തിലുള്ള തൻ്റെ അധികാരം സ്ഥാപിക്കുവാനാകും. ഭൂമിയിൽ നിന്ന് കൂടുതൽ വരവ് പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ്. സന്താനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളും. പരിഹാരം: വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ. ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഏറെക്കാലമായി നിലനിൽക്കുന്ന കേസുകളിൽ തീർപ്പുണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയമാണ്. ഉന്നത പഠനത്തിനായി ശ്രമം തുടങ്ങും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും. ദീർഘദൂര യാത്രയ്ക്ക് സമയം കണ്ടെത്തും. ചെലവുകൾ വർദ്ധിക്കും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും. ലോൺ തവണകൾ കൃത്യമായി അടയ്ക്കുവാൻ സാധിക്കാത്തതിനാൽ മനപ്രയാസം അനുഭവിക്കും. പ്രണയകാര്യങ്ങളിൽ പുരോഗതി. ജോലിയിൽ പ്രമോഷൻ എന്നിവയ്ക്ക് സാധ്യത. ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും. ഉയർന്ന വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. പിതാവ് അസുഖബാധിതനാകും. പരിഹാരം: ശിവന് ധാര നടത്തുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. ജനമധ്യത്തിൽ പദവിയും അംഗീകാരവും ലഭിക്കും. പകർച്ചവ്യാധികൾ പിടിപെടുവാൻ സാധ്യത കാണുന്നു. പുതിയ വാഹനം അധീനതയിൽ വന്നു ചേരും. പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ വരും. മുതിർന്നവരുടെ സഹായ സഹകരണമുണ്ടാകും. മേലുദ്യോഗസ്ഥരുമായി രമ്യതയിൽ പോകും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. ഉദരകർണ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടതായി വരും. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അലച്ചിൽ അനുഭവപ്പെടും. സന്താനങ്ങളുടെ ഉന്നമനത്തിനായി പല മാർഗങ്ങളും ആരായും. പരിഹാരം: വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് കടുംപായസം നടത്തുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ. വ്യവഹാരാദികളിൽ നേട്ടം ദൃശ്യമാകും. ഔദ്യോഗിക രംഗത്ത് ക്രമാതീതമായ ജോലിഭാരം വർദ്ധിക്കും. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും സാക്ഷിയാകേണ്ടതായി വരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. സഹപ്രവർത്തകരുമായ സഹവർത്തിത്വത്തോടെ പെരുമാറും. ഇപ്പോഴുള്ള ഗ്രഹത്തിൽ നിന്ന് മാറി താമസിക്കുവാനുള്ള ആഗ്രഹം സഫലമാകും. ഭാര്യ വഴി സാമ്പത്തിക നേട്ടമുണ്ടാകും. വീട് മോടി പിടിപ്പിക്കും.
വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും. തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. സ്ത്രീകൾക്ക് ആരോഗ്യസൗഖ്യം കാണുന്നു. പരിഹാരം: വിഷ്ണു സഹസ്രനാമം ജപിക്കുക.